എമ്പുരാനെ കത്തിക്കും. ഒരു എമ്പുരാൻ സിനിമ കളിക്കുന്ന തിയേറ്ററുകളുടെ ഗതി എന്താണെന്ന് കണ്ടറിയണം. ആൾക്കാർ കാണാൻ വരിക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതിൻ്റെ മുമ്പിൽ ലഹളക്കാർ നിന്നാൽ, ഇപ്പോൾ ഹനുമാൻ സേനയാണ് പറഞ്ഞിട്ടുള്ളത്, അവരോടൊന്ന് ലഹള വരുമ്പോൾ വീട്ടുകാർ പറയില്ലേ അതിലൂടെ പോകേണ്ട, അവിടെ ലഹള നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് രൂപത്തിലാണെങ്കിലും എമ്പുരാൻ്റെ കാര്യം കഷ്ടത്തിലാണ്. ഇപ്പോഴത്തെ പോക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എമ്പുരാൻ സിനിമയ്ക്ക് ഇനി പുറത്ത് ഇനി ഒരു ഷോ നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ഇവിടെ ഈ എമ്പുരാൻ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ ഡയറക്ടർമാർ, ഇതിലെ നടന്മാർ, നടികൾ, സംവിധായകൻ എല്ലാവരും കൂടി നടന്ന് പല ഷോകളും ബോംബെയിലും ഡൽഹിയിലും ദുബായിലും മദ്രാസിലേക്ക് നടത്തിയതാണല്ലോ. ഇപ്പോൾ ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താണ്? പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എവിടെ വെച്ചിട്ടാണ് അടി കിട്ടുകയെന്ന് അറിയില്ല. ഇപ്പോൾ എമ്പുരാനെ കത്തിക്കും എന്ന് പറഞ്ഞിട്ടൊരു പ്രതിഷേധം അത് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഹനുമാൻ സേനയാണ് മുമ്പിൽ നിൽക്കുന്നത്. ഒരു സിനിമയെ സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി, അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയം കുത്തിത്തിരകേണ്ട എന്ന് BJP നേതാക്കൾ, കോഴിക്കോടുള്ള MT രമേശ്, BJPയുടെ പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞതോടുകൂടി അതുമായിട്ടുള്ള കോൺട്രവേഴ്സികൾ, അതുമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം അവസാനിച്ചു എന്നാണ് നമ്മളടക്കമുള്ള സമൂഹം കരുതിയത്. പക്ഷേ BJP വേറെ, RSS വേറെ, രണ്ടും ഒന്നാണെന്ന് ആർക്കും തോന്നിച്ചിട്ടുണ്ടെങ്കിൽ BJP എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ സംഘടനയാണ്. അവർക്ക് എല്ലാവർക്കും വേണം, വോട്ട് വേണമല്ലോ. അപ്പം അവരിങ്ങനെയൊക്കെയും പറയും. RSS എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാധാന്യം. RSSൻ്റെ ഈ BJPയിലെ കുറച്ച് നേതാക്കന്മാർ തന്നെ, അതിലെ മറ്റു പല ആളുകൾ വലിയ രൂപത്തിൽ ഇതിനെതിരായിട്ട്, ശശികല ടീച്ചറെ പോലുള്ള ആളുകൾ ഇതിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ചൊറി പൊട്ടി, കുരു പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. RV ബാബു അടക്കമുള്ള ആളുകൾക്ക്, TG മോഹൻദാസ് അടക്കമുള്ള ആൾക്കാർ, പ്രതീഷ് വിശ്വനാഥ്, അവർക്കെല്ലാവർക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹനുമാൻ സേന അവരിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് എമ്പുരാനെ കത്തിക്കും എന്ന്. ഇവിടെ അപ്സര തിയേറ്ററുണ്ട് കോഴിക്കോട്. അപ്സര തിയേറ്ററിൻ്റെ പരിസരത്ത് 3-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 5:30 ഈ പ്രക്ഷോഭത്തിന് തുടക്കം വയ്ക്കാൻ പോണത്. അതിന് ശേഷം എന്താവുമെന്ന് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പ്രതിഷേധം ഏതായാലും പത്രങ്ങളിലൂടെയുള്ള പ്രതിഷേധം, പ്രസ്താവനകളിലൂടെയുള്ള പ്രതിഷേധം, യൂട്യൂബ് ചാനലിലൂടെയും പ്രമുഖ ചാനലുകളുടെയും TV ചാനലുകൾ അതിലൂടെയുള്ള പ്രതിഷേധത്തിൻ്റെയും അതിൻ്റെ ഒരു വെടിക്കെട്ടയ്ക്കും ഏകദേശം കഴിഞ്ഞപ്പോഴാണിപ്പോൾ ഈ പ്രതിഷേധം തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ പ്രതീക്ഷ പോലെ, അതായത് സംഘികൾ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ നീങ്ങിയത്. അവർക്കെതിരെ മനഃപൂർവ്വം കരുതി കൂട്ടിക്കൊണ്ട് ജിഹാദികളുടെ സഹായത്തോടു കൂടി, ഇതൊക്കെയാണ് പറയുന്നത്, IS-ൻ്റെ പേരും പുറത്തേക്ക് വരുന്നുണ്ട്, ഇതിൻ്റെ സഹായത്തോടു കൂടിയിട്ട് പൃഥ്വിരാജ് മനഃപൂർവ്വം ചെയ്ത പടമാണ്. തൻ്റെ നിലപാട് ലോകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടത്തിനകത്ത് അനാവശ്യമായിട്ട് ഗുജറാത്ത് ലഹള കുത്തിപ്പൊക്കിയതും ഗുജറാത്ത് ലഹള അതിനകത്ത് കുത്തിക്കയറ്റിയതും ആ ഗുജറാത്ത് ലഹളയ്ക്ക് കാരണം സംഘപരിവാറാണ് എന്ന് പറഞ്ഞും ഹിന്ദുത്വവാദികളാണെന്ന് പറഞ്ഞതും ആണ് ഇപ്പോൾ അവരെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ RSSൻ്റെ പ്രമുഖ നേതാക്കൾ, അഖിലേന്ത്യാ നേതാക്കൾ, ആൾക്കാർ വരെ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൽ ഭീഷണി രൂപേണയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുമുണ്ട്. രാജ്യദ്രോഹിയാണെന്ന് വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിക്ക് തുല്യമാണല്ലോ അത്തരം കാര്യങ്ങൾ. സംഘപരിവാർ കേന്ദ്രങ്ങൾ കടുത്ത വിമർശനം ഉയർത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പരസ്യ പ്രതിഷേധവുമായിട്ട് ഹനുമാൻ സേന രംഗത്ത് വന്നിട്ടുള്ളത്. ഹനുമാൻ സേനയും ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുണ്ട്, ഹനുമാൻ സേനയുണ്ട്, BJP ഉണ്ട്, സംഘപരിവാറിൻ്റെ വിവിധ വനവാസി കല്യാണം, ഇതെല്ലാം ഒന്ന് തന്നെ. മാവ് ഒന്നേ ഉള്ളൂ, മൂലാധാരം ഒന്നേ ഉള്ളൂ, ചില്ലകൾ പലത് അത്ര മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെ, എല്ലാത്തിലും ഒരേ മാങ്ങ തന്നെ ഉണ്ടാവുക. ഒരു ജില്ല വടക്കോട്ടും ഒരു ജില്ല തെക്കോട്ടും നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹനുമാൻ സേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSS തന്നെ. കോഴിക്കോട് അപ്സര തിയേറ്റർ അതിൻ്റെ പരിസരത്ത് ഈ വരുന്ന ഞായറാഴ്ച, അതായത് ഇന്ന് ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച എന്ന് തോന്നുന്നുണ്ട്,
ഞായറാഴ്ച വൈകിട്ട് മൂന്നാം തീയതി പ്രതിഷേധം സംഘടിപ്പിക്കുന്നതാണ് പ്രഖ്യാപനം. എമ്പുരാനെ കത്തിക്കുമെന്നാണ് ഹനുമാൻ സേനയുടെ പ്രതിഷേധത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ടതാണ്. ഞായറാഴ്ച വൈകിട്ട് ഇന്ന് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. 3 ഡേറ്റ് തെറ്റ് 03 എന്ന് എഴുതിയിട്ട് കണ്ടത് ഇവിടെ, അത് 30. അപ്പം ഇന്ന് തന്നെയാണ് കോഴിക്കോട് അപ്സര തിയേറ്റർ പരിസരത്ത് അവർ ഈ പ്രഖ്യാപനം, എമ്പുരാനെ കത്തിക്കുന്നുള്ള പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഹനുമാൻ സേന അവിടെ പ്രതിഷേധ പ്രകടനം നടത്താൻ പോകുന്നത്. എമ്പുരാൻ ചരിത്രത്തെ വളച്ചൊടിച്ചു എന്നാണ് പറയുന്നത്. ചരിത്രത്തെ വളച്ചൊടിച്ച സിനിമയാണെന്നാണ് പറയുന്നത്. ഒരു സത്യം അവശേഷിക്കുന്നുണ്ട്, നമുക്ക് ഇത്രയും പറയാൻ കഴിയും. അവിടെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് നോക്കുക, ആരോ പ്രശ്നം തീർന്നല്ലോ. മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഏതോ ആകാശത്തുനിന്ന് പൊട്ടി വീണ ഇലുമിനാറ്റിയോ അല്ലെ ആകാശത്ത് പൊട്ടി വീണ വല്ല ഇലുമിനാറ്റിയിൽ വേറെ ചില പറയില്ലേ, മറ്റേ ചൊവ്വയെന്നേക്കും വരുന്ന ആളുകൾ ആരാണെന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങളെവിടെ കൂട്ടക്കൊല നടത്തിയെന്നുള്ള സത്യമാണ്. അവിടെ ഇവർ പറയുന്ന 600-700 എന്നാണ്. വേറൊരു കൂട്ടം ആൾക്കാർ പറഞ്ഞത് BBC-കാരൊക്കെ അതിൻ്റെ അപ്പുറത്താണ് കയറി പറഞ്ഞിട്ടുള്ളത്. അവിടെയുള്ള മറ്റേ കാളിപ്പൂർ എന്ന് പറയുന്ന ഒരു അവിടെ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട്. അവിടെ 2000 കത്തിക്കരിഞ്ഞ ശവങ്ങളൊക്കെ എത്തിയിട്ടുണ്ടെന്ന് കണക്ക് വേറെയുണ്ട്. അപ്പോൾ അതാരാ ചെയ്ത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കാൻ തുടങ്ങി കാലമേറിയായി. പല രൂപത്തിലും പല ഭാവത്തിലും കോടതിയെ വരെ വിലക്കി വാങ്ങിച്ചുകൊണ്ട് ഇപ്പം അത് തന്നെയാണ് പറയുന്നത്. വംശഹത്യ നടന്നു എന്നുള്ള സത്യമാണ്. അവർ മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലം കത്തി അമർന്നു എന്നുള്ള സത്യമാണ്. മുസ്ലിം സ്ത്രീകളെ അടക്കം ഗർഭിണികളടക്കം കുത്തി കൊന്നു എന്നുള്ളത് സത്യമാണ്. അതാരാ? ഞങ്ങളൊന്നുമല്ല, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ മതേതരത്വവാദികളാണ്. ഏതായാലും അവരാണല്ലോ ഭരിക്കുന്നത്, അവർക്ക് എന്തും പറയാമല്ലോ. ഏതായാലും അവർ പറയുന്നത് വളച്ചൊടിച്ച സിനിമയാണെന്ന്. ആയതുകൊണ്ട് തന്നെ ഈ ചിത്രം നിരോധിക്കണമെന്നാണ് ഹനുമാൻ സേവ ആവശ്യപ്പെടുന്നത്. മിക്കവാറും ഈ സിനിമയുടെ ഗതി അവിടെ ആയിരിക്കും തീരാനാണ് സാധ്യത. കാരണം ഇതിനെ കത്രിക വെച്ച് ഇവർക്ക് ഇഷ്ടമുള്ള പ്രൊഡ്യൂസർക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക എന്ന് നടക്കണ കാര്യങ്ങളല്ല. അതിനും അനുമതികൾ വേണം. കട്ട് ചെയ്യാനും കൂട്ടിച്ചേർക്കാനും അനുമതികൾ വേണം. അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അതിൻ്റെ ഇടയിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിവിടുത്തെ ഈ സംഘപരിവാർ സംഘടനകൾക്ക് രസിക്കുന്ന കാര്യമല്ല. കാരണം ഒരു ദിവസം 3, 4, 5 ഷോ ആണ് പലയിടത്തും ഓടുന്നത്. ഇപ്പം ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ, ഈ സമയം നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ സിനിമ കാണേണ്ടവർ ഇപ്പം തന്നെ ഞാൻ അറിഞ്ഞ് ശരിയാണ്, ഈ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും ടിക്കറ്റ് കിട്ടാനില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ ഹൗസ് ഫൂൾസ് ആരോ പറഞ്ഞതാ, അല്ല ഹൗസ് ഫുള്ളാണ്. അല്ല കാരണം എന്താ, ഇത് വെട്ടിമാറ്റി കഴിഞ്ഞാൽ അനകും പിടിയില്ലാത്ത കത്തി, അതങ്ങനെ ഒരു കത്തി ലോകത്തിൽ കണ്ടിട്ടുണ്ടോ? കയ്യും കാലും തലയില്ലാത്ത കബന്ധം പോലെ ഒരു മനുഷ്യൻ കണ്ട അറക്കില്ലേ? അപ്പം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ 10-25 മിനിറ്റ് നേരത്തെ കാര്യങ്ങൾ വെട്ടി തീർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ വെട്ടാൻ പറയുന്നത്. അത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പടം കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആയതുകൊണ്ട് തന്നെ ഈ പടം കാണാൻ വേണ്ടിയിട്ട് വലിയ രൂപത്തിൽ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പടം ഇറങ്ങി മിനിറ്റുകൾക്കുള്ളിൽ ആ പടം ലോകമെമ്പാടും വേറെ രൂപത്തിൽ വ്യാജനായിട്ട് പുറത്തിറങ്ങിയിട്ടുമുണ്ട്. അത് ഞാൻ അറിഞ്ഞ HD പതിപ്പോ, അതായത് സിനിമയിൽ കാണുന്ന അതേപോലെ ഒറിജിനൽ കാണുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്, അത് ഇറങ്ങേണ്ട സോഴ്സ് എവിടെയാണ്, അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു നിരോധനം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു വെട്ടിത്തിരുത്തൽ വന്നിട്ട് ഒരു കാര്യമില്ല. കാണേണ്ട ഒരു മുഴുവൻ കാണുന്നു. ഇനി കാണാൻ കഴിയാത്തവർക്കും വ്യാജൻ്റെ പതിപ്പുണ്ടല്ലോ. ആരെല്ലാം കമ്പ്യൂട്ടർ ഇല്ലാത്തത്, ആരെല്ലാം മൊബൈലില്ലാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഘപരിവാറിൽ നിന്ന് അവർക്ക് കുരുമുട്ടി ഒഴുകുന്നതിൽ അത്ഭുതമില്ല. കാരണം അവർ പ്രതീക്ഷിച്ചതല്ല. നരേന്ദ്രമോദി ഭരിക്കുന്നിടത്തോളം കാലം, അമിത്ഷാ ഭരിക്കുന്നിടത്തോളം കാലം അവർക്കിഷ്ടമുള്ള സിനിമകൾ ഇറക്കും. അവർ കേരള സ്റ്റോറി ഇറങ്ങി, ഇവരാരും ലഹളി ഉണ്ടാക്കിയില്ലല്ലോ കേരള സ്റ്റോറിക്കെതിരെ. ഇങ്ങനെയൊക്കെയാണോ? ഇങ്ങനെ നുണ പറയാൻ പാടുള്ളൂ. 36,000 പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോൾ അത് 3ആയി. 36,000 ചോദ്യം ഉണ്ടായില്ല അതിനെക്കുറിച്ച്. ആ അതിനെങ്ങനെയാണ് സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്തത്? അതിനെക്കുറിച്ചൊന്നും ചോദ്യം ഉണ്ടായില്ല. അതുപോലെ കാശ്മീർ ഫയൽസ് വന്നു. ഇപ്പം ചാവ വരുന്നുണ്ട്. ഈ ചാവയുടെ പേരിൽ അടിയും തല്ലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടേക്ക് എത്തും, ഇത് എവിടേക്ക് എത്തും എന്നറിയില്ല. ഇപ്പോൾ ഔറംഗസേബിൻ്റെ പള്ളി പൊളിക്കണം, ഈ സിനിമ വന്നതിന് ശേഷമാണ് ഔറംഗസേബിൻ്റെ കബറിടം പൊളിക്കണമെന്ന് ലഹളി ഉണ്ടാവുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ സംഘപരിവാറിന് കഴിയില്ല. കാരണം എന്താ, അത് സംഘപരിവാറിന് ആനുകൂല്യം പ്രഖ്യാപിക്കുന്ന സിനിമകളാണ്. അതേ സമയത്ത് സംഘപരിവാറിന് ആനുകൂല്യം പ്രഖ്യാപിക്കാത്ത സിനിമകൾ
സംഘപരിവാറിന് പ്രാതികൂല്യം പ്രഖ്യാപിക്കുന്ന സിനിമകൾ വന്നു കഴിഞ്ഞാൽ അതിനെ പിച്ച് ചീന്തും. അതിൽ യാതൊരു സംശയമില്ല എന്നൊരു സന്ദേശമാണ് ഇപ്പം ഇതിലൂടെ ഈ എമ്പുരാനെതിരെ നടക്കുന്ന പ്രതിഷേധ കർമ്മങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയതുകൊണ്ട് തന്നെ ഇനി ഒരു സിനിമ ഇറങ്ങണ എന്ത് ചെയ്യണം? ആദ്യം വരുന്ന നടി വിളക്കും പിടിച്ച് ശ്രീരാം ജയറാം ജയ ജയറാം എന്നൊക്കെ പറഞ്ഞിട്ട് വരണം. കഥാപാത്രങ്ങൾ മുഴുവൻ കാവ്യം എടുത്തിട്ട് വരണം. കാവ്യം എടുത്ത് വന്നാൽ പോലും പൊട്ടും കുറിയിക്കും തൊട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പത്താൻ്റെ ഗതി വരും. പത്താനിലൊരു പെൺകുട്ടി, അതിലെ നായിക, അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പം അവർ ഏകദേശം 16-17 സെക്കൻഡ് സമയം അതിലൊരു പാട്ടുണ്ട് പത്താനിൽ. ആ പാട്ടിൻ്റെ സമയത്ത് ഒരുപാട് നിറങ്ങൾ മാറുന്നുണ്ട്. അതിൽ ഒരു നിറം, കാവി നിറം 17 സെക്കൻഡോ മറ്റോ കാണിച്ചത്. അതിൽ പൊല്ലപ്പ എന്തൊക്കെയാണെന്ന്, പൂലൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആയതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് എന്നാണ് പറയുന്നത്, മര്യാദയ്ക്ക് സംഘപരിവാറിന് വേണ്ടിയിട്ട്, സംഘപരിവാറിൻ്റെ ഇന്നത്തെ അവരുടെ ക്രമങ്ങളെ ഉയർത്തി കാണിക്കുന്ന, അവരുടെ മേന്മയെ, അവർക്കുണ്ടെന്ന് അവർ പറയുന്ന മേന്മയെ ഉയർത്തി കാണിക്കുന്ന സിനിമകൾ മാത്രം ഇവിടെ എടുത്താൽ മതി എന്നുള്ള സന്ദേശമാണ് എമ്പുരാൻ്റെ ഇന്നത്തെ പ്രശ്നത്തിലൂടെ നമ്മുടെ മുമ്പിൽ BJP-കാർ കൊണ്ടുവയ്ക്കുന്നത്, അതോ സംഘപരിവാറുകാർ കൊണ്ടുവയ്ക്കുന്നത്. ഇവിടെ സുപ്രീം കോടതി വിധിയെപ്പോലും അവഗണിച്ചാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ലഫ്റ്റനന്റ് കേണൽ പദവി ഉപയോഗിച്ച് രാജ്യദ്രോഹത്തിന് കൂട്ടുനിന്ന മോഹൻലാലിൻ്റെ പദവി തിരിച്ചു വാങ്ങണം, ഉടുപ്പ് തിരിച്ചു വാങ്ങണം എന്നും ഹനുമാൻ സേന ആവശ്യപ്പെടുന്നുണ്ട്. ഹനുമാൻ സേന മാത്രമല്ല, RSSൻ്റെ മുഖ്യ നേതാക്കന്മാരിൽ പലരും അതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ വിമർശനങ്ങൾ ഉയരുന്നതിൻ്റെ ഇടയിൽ പ്രശ്നം സാമ്പത്തികമാണ്, അപ്പുറത്ത് ID ഉണ്ട്. ആയതുകൊണ്ട് എപ്പോഴാണ് അതൊന്ന് കപ്പിപ്പിടിക്കാമെന്ന് അറിയില്ല. സിനിമ പരിപൂർണമായിട്ട് ചിലപ്പോൾ നിരോധിച്ചാൽ അതിനുള്ള സാധ്യതയും അതിവിദൂരമൊന്നുമല്ല. ചിലപ്പോൾ അതും സംഭവിക്കും. TV തുറന്ന സമയത്ത് കാണാം നിരോധിച്ചു, ചിലപ്പോൾ അതും കാണാൻ പറ്റും. ആയതുകൊണ്ട് തന്നെ അങ്ങനൊരു ഘോര കൃത്യത്തിന് ആ വിധി തങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിങ്ങൾ പറയുന്ന പോലത്തെ, RSR പറയുന്ന പോലത്തെ മാറ്റം വരുത്താൻ ഇപ്പോൾ അണിയറ പ്രവർത്തകർ തയ്യാറായിട്ടുണ്ട്. 17 ഇടങ്ങളിലാണ് മാറ്റം വരുത്താൻ പോണത്. ഞാൻ അറിഞ്ഞിടത്തോളം 23 മുതൽ 25 മിനിറ്റ് വരെ അതിന് കട്ട് ചെയ്ത് കളയും. അതേതാ കട്ട് ചെയ്ത് കളയുന്നത്? കാണേണ്ടുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലാത്ത ഒരു കൈയും കാലും ഒടിഞ്ഞ ഒരു വികൃത രൂപം, കൈയും കാലും ഇല്ലാത്ത കൈകളും കാലുകളും വെട്ടിക്കളഞ്ഞ് തലയും വെട്ടിക്കളഞ്ഞ വെറും കബന്ധമാണ് ഇനി എമ്പുരാൻ സിനിമ. അത് കാണാൻ ആരാ പോവുക? ഏതായാലും അടുത്ത ആഴ്ച തിയേറ്ററിൽ എത്തുന്ന പുതിയ പതിപ്പുകളിൽ ഈ ഭാഗങ്ങളേക്ക് ഒഴിവാക്കും. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം, കലാപത്തിലെ ചില രംഗങ്ങൾ, അതൊക്കെയാണ് പ്രധാനമായിട്ടും ഒഴിവാക്കാൻ പോകുന്നത്. ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ചില പറഞ്ഞ സമയത്ത് അവിടെ ആ നടന്മാർ ഇങ്ങനെ പറഞ്ഞ കേൾക്കാം, ശബ്ദം കേൾക്കില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളിവിടെ കാതിൽ കുത്തിവെച്ച് എന്തെങ്കിലും പ്രശ്നമല്ല, അവിടെ മ്യൂട്ട് ചെയ്ത് കളയും. അതിൽ പ്രധാനപ്പെട്ട വില്ലൻ്റെ പേര് ബജരംഗി എന്നാണ്. ആ വില്ലനെ മൊത്തത്തിൽ കട്ട് ചെയ്യുമോ അറിയില്ല. ഇനി അയാളുടെ പേര് ബജരംഗി എന്നുള്ളത് അയാളെ വല്ല എന്തായാലും പറയുക അനന്തഗോപാലെന്നോ മറ്റെന്തോക്കി മറ്റൊന്നും അറിയില്ല. ആ ഹിന്ദു പേരിടാൻ പറ്റില്ലല്ലോ. അയാൾക്ക് ഇനി വല്ല മുസ്ലിം പേരിട്ട് അതിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. എമ്പുരാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കനത്ത വാക്പോര് അഥവാ പച്ചത്തറി ഉണ്ടായതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്, ഭീഷണി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അണിയറ പ്രവർത്തകർക്കൊക്കെയും ജയ് ഹുറേ വിളിച്ചുകൊണ്ട് വേറെ കൂടെ ആൾക്കാരും രംഗത്തുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു സ്വരം കൂടിയും കേട്ടു. അത് അവഹേളനാത്മകമാണ്, അതിർത്തി ലംഘിച്ചിട്ട് എല്ലാ മര്യാദകളും ലംഘിച്ചിട്ടുള്ളതാണ്. അത് ഇത്ര മാത്രമാണ്. പൃഥ്വിരാജിൻ്റെ തന്തയ്ക്ക് വിളി. ആരാടാ നിന്റെ തന്ത? നിന്റെ തന്ത മുസ്ലിമാടാ. ഇവർക്കാണോ അറിയാത്? സംഘപരിവാറിനാണോ അറിയാത്? മല്ലികയ്ക്കെതിരായിട്ടും പൃഥ്വിരാജിൻ്റെ അമ്മയ്ക്കെതിരായിട്ടും അസംബന്ധങ്ങൾ, അവഹേളനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ, ലൈംഗിക ചൊവ്വയുള്ള കാര്യങ്ങൾ അതും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഒറ്റയടിക്ക് പറയാം, ഇതൊന്നും ഞങ്ങൾക്ക് പങ്കില്ലെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ആരാ? അതൊക്കെ ചെയ്യുന്നത് സംഘപരിവാറിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിൻ്റെ ശത്രുക്കൾ ചെയ്തതാണെന്ന് പറയാനും ഒരു മടിക്കില്ല. നമസ്കാരം.